നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ് എം.എസ്, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയുടെ മനഃശാസ്ത്ര തത്വം എന്നുള്ള വിഷയത്തിനെ പറ്റിയാണ് സംസാരിച്ചു തുടങ്ങിയത്. അതിൽ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ വിമർശിക്കാത്തുള്ള ഒരു കാര്യമാണ് ഭഗവത്ഗീത. വിമർശന വിധേയമാണ് എന്ന് പറയുമ്പോൾ തന്നെ വിമർശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് എന്നുകൂടെ നമുക്ക് പറയാം. കാരണം പല കാര്യങ്ങളിലാണ് വിമർശനം. ഒന്ന്, ഈ ഭഗവത്ഗീത ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടാവില്ലായിരുന്നു, അങ്ങനെ പറയുന്ന വിമർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ നടുക്ക് ഇരുന്ന് അർജുനും കൃഷ്ണനും കൂടെ പാട്ട് പാടുകയാണ്. കാരണം അതിൽ തന്നെ പറയുന്നത്, ആദ്യം തന്നെ പറയുന്നത് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുക, രണ്ട് സേനകളുടെയും മധ്യത്തിലായി രഥം നിർത്തുക എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും, ഇത് അവിടെ നിന്നിട്ട് അർജുനും കൃഷ്ണനും കൂടെ ഈ ശ്ലോകം പറഞ്ഞ് കളിക്കുന്ന രീതി അത് ഉള്ളതാണോ, സംശയം ഉണ്ടാവുന്നതാണ്. മറ്റൊന്നാണ്, മഹാഭാരത കഥ തന്നെ ശരിയാണോ, ചരിത്രമാണോ, ഇതിഹാസമാണോ, പുരാണമാണോ, അതോ കെട്ടുകഥയാണോ? ഇങ്ങനെ പലതരത്തിലും നമുക്ക് ചിന്തിക്കാം. അതിൽ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ക്യാരക്ടറിനെ പറ്റിയും സംശയിക്കാറുണ്ട്. അതുപോലെ തന്നെ പാണ്ഡവരുടെയും കൗരവരുടെയും കാര്യം ചിന്തിച്ചാൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഇന്നയാളുടെ ഭാഗത്ത് ശരി, ഇന്നയാളുടെ ഭാഗത്ത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ ധർമ്മ അധർമ്മങ്ങളുടെ വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരി തെറ്റ് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരാളുടെ ശരി മറ്റൊരാളുടെ ശരിയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ആളുകൾക്കും അവരവരുടെ രീതിയിലാണ് അവരവരുടെ ചിന്താഗതി പോകുന്നത്. അതുതന്നെയാണ് ഭഗവത്ഗീതയെ മനഃശാസ്ത്ര സംബന്ധമായി പ്രസക്തമാക്കുന്നത്. ആ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള തർക്കത്തിൽ പലപ്പോഴും നമുക്ക് പാണ്ഡവരുടെ ശരിയെപ്പറ്റി സംശയം തോന്നുമെങ്കിലും പാണ്ഡവർക്ക് അവിടെ നിലനിൽക്കണം എങ്കിൽ, ജീവിക്കണമെങ്കിൽ ഈ യുദ്ധം അനിവാര്യമാണ്. അതാണ് അവിടുത്തെ സന്ദർഭം. എന്നാൽ കൗരവരെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അനിവാര്യമല്ല. അവർക്ക് അവരുടെ രാജ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നതിനേക്ക് വേണ്ടി പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാര്യയെ പണയം വെച്ച ആളാണ് യുധിഷ്ഠിരൻ. അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നയാളാണ് പാണ്ഡവന്മാർ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഇതിൽ തന്നെ ചൂത് കളിക്കുന്നു, അതുതന്നെ ഒരു തെറ്റായ കാര്യമാണ്. അങ്ങനെ പല രീതിയിലും വിമർശനങ്ങൾ നമുക്ക് സാധ്യമാകുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മനഃശാസ്ത്ര വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ അവിടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, പ്രതിസന്ധി ഘട്ടം വന്നു കഴിയുമ്പോൾ ഒരു ആള് എങ്ങനെ പെരുമാറണം, നമുക്ക് ദൃഷ്ടിയേമം സ്വജനങ്ങളുമായിട്ടാണ് പ്രശ്നം. സ്വജനങ്ങളുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്. അവിടെയാണ് പ്രശ്നം. രാമന് രാവണനെ നേരിടാൻ ഒരു പ്രശ്നമില്ല. കാരണം രാമനും രാവണനും ലങ്കയിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്, അതും യുദ്ധ സന്ദർഭത്തിലാണ്. അതുവരെ അവർ തമ്മിൽ പരിചയമൊന്നുമില്ല. അപ്പോൾ യുദ്ധം ചെയ്യാൻ രാമന് പ്രതിസന്ധിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒബാമയെ പറ്റി 4 ചീത്ത പറയാൻ നമുക്ക് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ബിൻ ലാദനെ പറ്റി പറയാനും വിഷമമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഒരു വിഷയത്തെ നേരിടാൻ നമുക്ക് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിലാണ് ഈ മനഃശാസ്ത്രപരമായ വിഷയങ്ങൾ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ തെറ്റ് ശരി എന്ന് പറയുന്നത് ആപേക്ഷികമായി നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വക്കീൽ ആയിട്ടുള്ള ജോലി നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ കൊടും ക്രിമിനലായ ഒരാളെ രക്ഷിക്കേണ്ടി വരും. അത് അയാളുടെ ജോലിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ അയാൾ ചെയ്തത് ധർമ്മമാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പരീക്ഷ നേരിടേണ്ടി വരുന്നു. പരീക്ഷ നേരിടാൻ നേരത്ത് അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അയാളുടെ പരീക്ഷ ജയിക്കുമോ തോൽക്കുമോ എന്ന് ചിന്തിച്ചാൽ പരീക്ഷയ്ക്ക് അത് സ്ട്രെസ് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ പറഞ്ഞ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന,
എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് കർമ്മം ചെയ്യുക, പരീക്ഷ എഴുതുക എന്ന് പറയുന്നതാണ് അയാളുടെ ജോലി. ജയിക്കോ തോക്കോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റില്ല. മറികടക്കണമെങ്കിൽ പരീക്ഷ എഴുതാൻ പഠിക്കണം, പഠിച്ച് പരീക്ഷ എഴുതാൻ തയ്യാറാവണം. പരീക്ഷയ്ക്ക് എഴുതി കൃത്യസമയത്ത് പരീക്ഷ പാസ്സാവാനുള്ള രീതിയിൽ എഴുതണം. അതിന് പകരം അതിൻ്റെ ഫലം എന്താവും എന്ന് ചിന്തിച്ചാൽ പറ്റില്ല. അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. ഇപ്പോൾ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് പാണ്ഡവർക്ക് ഇപ്പോൾ താമസിക്കാനൊരു വീടില്ല. 14 വർഷം വനവാസത്തിന് പോകേണ്ടി വന്നു. അതിനുശേഷം അവർക്ക് അജ്ഞാതവാസത്തിൽ ഒളിച്ചു താമസിക്കേണ്ടി വന്നു. എന്നിട്ടും രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവർക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ ഒരു അതും ഏറ്റവും അടുത്തുള്ള ആളുകളോട് യുദ്ധം ചെയ്തിട്ട് തന്നെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സഭയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് യുദ്ധത്തിൽ നിന്ന് അല്ലാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടുത്തെ സന്ദർഭം വരുന്നത്. അപ്പോൾ അതിൽ ശരി തെറ്റുകൾ എന്നുള്ളതിനേക്കാളുപരി അവനവൻ്റെ ശരി എന്ന് പറയുന്നത് അവൻ്റേത് മാത്രമാണ്. ദൃശ്യം സിനിമയിൽ പറയുന്നത് പോലെ ഒരാളുടെ എൻ്റേതായ ശരി, എനിക്ക് എൻ്റേതായ ശരികളുണ്ട് എന്ന് പറയുന്നതിൽ മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ. ആ സന്ദർഭത്തിൽ നമ്മളുടെ ശരികൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അത് വേറൊരാളുടെയും പ്രശ്നമല്ല. ആ സന്ദർഭത്തിലാണ് ഒരു കാര്യം പ്രാപ്സ്യതി സ്വർഗം ജിത്വാതു ലഭതേ യശ, ജയിച്ചാൽ സ്വർഗം, ജയിച്ചാൽ അതിൽ രാജ്യം, തോറ്റു കഴിഞ്ഞാൽ സ്വർഗം. ആ രീതിയിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ഇത് പ്രാക്ടിക്കലായി നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നേരിടേണ്ടി വരുന്ന വിഷയമാണ്. നമുക്ക് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എങ്ങനെയാണ് ഒരു വിജയം എന്ന് പറയുന്നത് എന്താണ്. ഒരു വിജയം എന്നാൽ ഒരു പരാജയം മുതൽ മറ്റൊരു പരാജയം വരെ തളരാതെ മുന്നോട്ട് പോകുന്നതാണ് വിജയം. നമുക്ക് ആ സന്ദർഭത്തിൽ നമുക്ക് ചേർത്ത് വച്ചു കഴിഞ്ഞാൽ തളരാതിരിക്കുക, ആ സന്ദേശമാണ്. ഏത് വിഷയത്തിലും തളരാതെ മുന്നോട്ട് പോകുന്നതാണ് വിജയം എന്ന് പറയുന്ന സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യുക, വിമർശിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വാചകങ്ങളെയും കൃത്യമായി അനലൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. ജയം പരാജയം എന്നുള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശരി തെറ്റുകൾ എന്നുള്ളതിനും ലാഭാലാഭവും സുഖം ദുഃഖം, ലാഭം അലാഭം, ജയം വിജയം എന്നുള്ളതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് പ്രതിസന്ധികളിൽ വരുമ്പോൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം. അതിൻ്റെ മുന്നോട്ടുള്ള ഓരോ അധ്യായങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമുക്ക് തളരാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന സന്ദേശം മാത്രം നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.